ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് റമദാൻ മാസത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ജെല്ലി റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം അറിയുന്നവരാണെന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആദ്യം ഞാനൊരു പാക്കറ്റ് സ്ട്രോബെറീൻ്റെ ജെല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലേ നമ്മൾ ആ ജെല്ലീൻ്റെ എല്ലാ പൗഡറും നമുക്ക് മിക്സായിട്ട് നല്ല ഒരു രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ ജെല്ലി ഉറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറയലുണ്ട്. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഇങ്ങനെ ചെയ്യേണ്ടത്. ആദ്യം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ മിക്സൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം രണ്ടാമത് നോർമൽ വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു പാക്കറ്റ് ജെല്ലിക്ക് വേണ്ടത് നമുക്ക് ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ. 1 കപ്പ് ചൂടുവെള്ളം, അതുപോലെ തന്നെ 1 കപ്പ് തണുത്ത വെള്ളം നോർമൽ വാട്ടർ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ബൗളിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3-4 മണിക്കൂറാകുമ്പോഴേക്ക് നമ്മൾ ജെല്ലിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ടാവുക. അപ്പം ആദ്യം തന്നെ നമുക്ക് അതൊന്ന് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് സാഗോ സീഡില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സീഡ് ഉണ്ടല്ലോ, ആ വൈറ്റ്, അതാണ് കേട്ടോ. അതൊന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. എന്നാൽ അതൊക്കെ നല്ല ബബിളായി വരും കേട്ടോ. എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് അരിച്ച് മാറ്റിയിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വേറെ ബൗളിലേക്ക് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്ക് അതൊന്ന് ബോയിൽ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സ്ട്രോബെറി ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അപ്പം നമുക്ക് സ്ട്രോബെറിയും ഇതിന് വേണ്ടത്. അപ്പോൾ സ്ട്രോബെറി അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. മിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കറണ്ടൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ജെല്ലി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കപ്പം വേണമെങ്കിൽ റെഡിയാക്കി എടുക്കട്ടെ. ജെല്ലി ഓർക്കുന്ന ആ ഒരു സമയം നമുക്ക് വേണ്ടുവേ. അപ്പം സ്ട്രോബെറി ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ആ ഒരു സാഗോ സീഡില്ല അതൊക്കെ നല്ലോണം തിളച്ചിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ലോണം വേകണേ, അല്ലെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ആ ഒരു കടിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ആ ഒരു രീതിയിൽ വേണം ഈ സാഗോ സീഡ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജെല്ലി ഇതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതപ്പോൾ ജ്യൂസ് അടിക്കാനൊന്നും ഇല്ലെങ്കിൽ സ്ട്രോബെറിയൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസും അതുപോലെ തന്നെ വേറെന്ന് അറിയാനും ഇതെല്ലാം ധാരാളം കേട്ടോ. ഈ സാഗോ സീഡൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു നമുക്ക് വയറൊക്കെ നല്ല ഫുള്ളായി കിട്ടും ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേറൊരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാഗോ സീഡ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് കട്ട് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കട്ടയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ സാഗോ സീഡൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയി വരും കേട്ടോ. അപ്പോൾ ജെല്ലി ഞാൻ കുറച്ചൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ടാൽ നമ്മൾ ജ്യൂസ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്ട്രോബെറി ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറിയും ഇതൊക്കെ നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി നല്ല ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മാഷ് ആയി എടുക്കണേ. നമ്മൾ ഷുഗറൊക്കെ നല്ല മെൽറ്റായി വരില്ല, ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് സ്ട്രോബെറിൻ്റെ അതും കൂടെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പം നിങ്ങൾക്ക് മധുരമൊക്കെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നാമത് നമ്മൾ സ്ട്രോബെറിയിലൊക്കെ ഷുഗർ ഉണ്ടല്ലോ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് മാത്രം ചെയ്തെടുത്താൽ മതിയേ. അപ്പം ഞാനിവിടെ ഒരു 1-2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു മീഡിയം മധുരമാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്, ഈ 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് എല്ലാം കൂടി ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെയൊക്കെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ, തിളപ്പിച്ചിട്ടല്ലേ വരുന്നത്. അപ്പം പാലും അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും കുറച്ച് ചേർത്ത് കൊടുക്കണേ. അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഇതപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത. റമദാൻ മാസത്തിലൊക്കെ ഇങ്ങനത്തൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ജെല്ലിയും കാര്യമൊക്കെ. അപ്പോൾ അതൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം ഈ ജെല്ലിയും അതുപോലെ തന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു ജ്യൂസ് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ വയറൊക്കെ നല്ല ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് വേറൊരു ഫ്രൂട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഒരു ജ്യൂസ് മാത്രം മതിയാവും കേട്ടോ നോമ്പ് മുറിക്കുന്ന ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ റമദാൻ മാസത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല കടിയും അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.